എന്നാ കുഞ്ഞു? ബിരിയാണി. കുഞ്ഞു ഉണ്ടാക്കിയാണോ? അതെ. ഫസ്റ്റ് ടൈം അല്ലേ തന്നെ ഉണ്ടാക്കുന്നേ? അതെ. എന്നാ പറ്റി തന്നെ ഉണ്ടാക്കാൻ? ചുമ്മാ അമ്മേനെ തോൽപ്പിക്കാൻ. സ്പെഷ്യലായിട്ട് ഒരു ബൗളിൽ ഇച്ചിരി ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാ സംഗതി എന്നറിയത്തില്ല. തോമസ് വേൾഡിന് ഗ്രേവി ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറെ ഗ്രേവി ഒന്നും ഇല്ല. വിളമ്പിയിട്. എനിക്ക് ഗ്രേവി ഒരുപാട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വഴക്ക് പിടിക്കും. ധാരന്റെ അർക്കാഡിയ ബിരിയാണി പോലാണല്ലോ. ഭയങ്കര സൂപ്പറാ. അപ്പം മിടുക്കൻ. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന കണ്ട് പഠിച്ച് ഏക്കാലും ഫോളോ ചെയ്തല്ലോ. നന്നായി. അങ്ങനെ വേണം മിടുക്കര് കേട്ടോ. ചോറൊക്കെ നല്ല കറക്റ്റ് വേവ്. നമുക്ക് കുറച്ചിട്ടാൽ മതി. അത്രയും മതി. ജീരകശാല റൈസ് നോക്കിയാൽ നല്ല മലബാർ മതി. കഴിച്ചിട്ട് എടുക്കാമല്ലോ. നമുക്ക് ആവശ്യമുണ്ട് എടുക്കാമല്ലോ. എന്തിനാ മതി. കണ്ടോ, ജീരകശാല റൈസ് അല്ല മലബാർ ബിരിയാണി തോറ്റു പോകും കേട്ടോ. അതുപോലെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും നല്ല മണം മൂക്കിലോട്ടടിക്കുന്നു. സെപ്പറേറ്റ് ഉള്ളി സവാളയൊക്കെ വറുത്ത് ഇതാ സ്പെഷ്യലായിട്ട് കുറച്ച് ബൗളിൽ വേറെ ഗ്രേവിയൊക്കെ അറേഞ്ച് ചെയ്ത് സൂപ്പർ. താങ്ക് യു ആരൺ. കഴിക്കട്ടെ. ചൂടല്ലേ? എനിക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം. പക്ഷെ ഞാൻ ഗ്രേവി അങ്ങനെ നട്ട്സും മുന്തിരിയൊക്കെ കുറച്ചായിട്ടല്ലേ? മതി. അതാ നല്ലത്. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുന്നത്. അപ്പോൾ ഇവരുടെ ബിരിയാണി കഴിക്കട്ടെ. വളരെ ചൂടാണ്. ഒരു അരമണിക്കൂറേ എടുത്തോളൂ അല്ലേ? എല്ലാം കൂടെ 3/4 മണിക്കൂർ അല്ലേ? ശരിക്കും നല്ലതാണോ? സൂപ്പർ. ഇത് കാണുമ്പോ മനുഷ്യനറിയാലോ ഇത് നല്ല ബിരിയാണിയാന്ന്. ഞാൻ പറയണ്ടല്ലോ. വായിക്കാത്ത ചൂടായുണ്ടോ? വാവ് പറഞ്ഞപ്പോ തെറ്റിപ്പോയ. മതിയോ? സൂപ്പർ അല്ലേ? പിന്നെന്നാ വേണം? എല്ലാ കാര്യവും പഠിച്ച് അല്ലേ? കിടിലൻ. കണ്ടോ, കൊച്ചു തന്നെ ഉണ്ടാക്കി. കൊച്ചു പറയുന്നുണ്ട് അതന്നെ അവിടെ ഇരിക്കുന്ന കരിങ്കല്ല്. ബിരിയാണി അടിക്കാതെ അറിയാനാണോ? കണ്ട് സൂപ്പർ. കുറച്ച് അരി എടുത്തോളൂ അല്ലേ? നല്ല അരി. ഇത്രയല്ലേ ഉള്ള ആകെ? ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി ആയാലും ചൂടാക്കിയിട്ട് ഇന്ന് മടുക്കും. സൂപ്പർ. അപ്പോൾ താങ്ക് യു ആരൻ. കുറച്ചുകൂടെ ഗ്രേവി ആണല്ലേ? ഇന്നെ സ്പെഷ്യൽ ഡേ വല്ലതാണോ? ഇല്ല. വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു April 26. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഈ മാസം 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അതിന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കിയോ? ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പുതിയ വെറൈറ്റി കേക്ക്. ഓക്കെ. അപ്പോൾ താങ്ക് യു എല്ലാവരും. ആരൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പം അടുത്ത ആഴ്ച ശനിയാഴ്ച റിസൾട്ട് അറിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ അതുവരെ ഞങ്ങളിങ്ങനെ വല്ലതൊക്കെ തട്ടിക്കൂട്ടിയിടാം. റിസൾട്ട് കഴിഞ്ഞ് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ നല്ല വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കാം. എല്ലാവരും സഹകരിക്കണം അല്ലേ? സന്തോഷം കണ്ടോ പുള്ളിക്ക് തന്നെ ഉണ്ടാക്കിയിട്ട്. എന്നായാലും അവൻ എൻ്റെ കൂടെ എപ്പോഴും നിന്ന് ബിരിയാണി കണ്ട് പഠിച്ച് തന്നെ ഉണ്ടാക്കി. ചേട്ടനെ പോലെ
കണ്ടോ ഇപ്പൊ തന്നെ പാചകമൊക്കെ തുടങ്ങി. എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വെരി പ്രൗഡ് ഓഫ് യു. ആ ചാച്ചന് ഇത് എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക, കഴിച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്യാം. ഓക്കേ.